പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്കു കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, സോളമൻ രാജാവിന്റെ കാലത്ത് ദൈവം അവനോട് അരുൾ ചെയ്തു, നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. സോളമൻ പറഞ്ഞു, നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ വിവേകം നൽകണമേ. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മോട് ചോദിക്കും, നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക എന്ന് ചോദിച്ചാൽ നമ്മുടെ വ്യക്തിപരമായ മറുപടി എന്തായിരിക്കും? കർത്താവിന് പ്രീതികരമായ രീതിയിലാണോ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന? ദൈവഹിത പ്രകാരമാണോ നാം നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നത്? സോളമന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയത് ദൈവഹിത പ്രകാരം പ്രാർത്ഥനകൾ സമർപ്പിച്ചത് കൊണ്ടാണ്. സോളമൻ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിനു വേണ്ടി വിവേകം ആവശ്യപ്പെട്ടതുകൊണ്ട് അതോടൊപ്പം അവന് വേണ്ടതും അതിലധികവും ദൈവം അവന് വേണ്ടി ചെയ്തു കൊടുത്തു. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. ജെറമ്യാ പ്രവാചകന്റെ അധരങ്ങളിലൂടെ കർത്താവ് പറയുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് ദൈവ തിരുവചനം വെളിപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ സകല പ്രാർത്ഥനകളും കർത്താവിന്റെ തിരുരക്തത്തോട് ചേർത്ത് നമുക്ക് അവിടത്തോട് സമർപ്പിക്കാം. ഈ നിമിഷം നമ്മുടെ ശരീരം, ആത്മാവ്, മനസ്സ് നമുക്ക് കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി അവൻ നൽകിയിടും. വിശ്വാസത്തോടെ ഈ നിമിഷം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഒന്നൊന്നായി കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കാം. മടുപ്പ് കൂടാതെ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന എല്ലാത്തിലും നമുക്ക് ഉത്തരം നൽകുമെന്ന വിശ്വാസത്തോടെ കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യമായി. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യമായി. ആമേൻ. ഹല്ലേലൂയ.
ചോദിക്കുന്നവന് മാത്രമേ ലഭിക്കുകയുള്ളൂ, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടും. സ്വർഗത്തിന്റെ കലവറ തുറന്ന് ദൈവം ഇന്ന് നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുവാൻ മതിയായ കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച്, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, ആമേൻ. അന്വേഷിപ്പിൻ കണ്ടെത്തും, ഹല്ലേലൂയ. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. ആമേൻ. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. വിടുതൽ എന്നും ഭാവിക്കാം, വിടുതൽ എന്നും ഭാവിക്കാം, ആമേൻ. വിടുതൽ എന്നും ഭാവിക്കാം, വിടുതൽ എന്നും ഭാവിക്കാം. സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.